ദോഷികളെ നീക്കിയിടും തിരുബലിധന്യം താൻ പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം. അഗ്നിത്തേരിന്മേൽ സ്ഥിതി ചെയ്യുന്നോനെ സ്കീപ്പാമേലേറ്റി വെള്ളിദിനത്തിൽ വച്ചു തറച്ചാർത്തൻ പാണികളത്യുഗ്രം കാലുകളും ലേശം കരളലിവന്നെ ആംഗ്യത്താൽ വാനോ താഴവുമേന്തുന്നു തിരുവിഷ്ടം മൂലം സ്കീപ്പായി താനേന്തി ഈറേന്മാർ ചൂളും കാന്തിയേന്തുന്നു തരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു. തന്നെ വഹിച്ചോരാ തരുവിന്നാൾ കേണു മുറവിളിയോടേവം ചൊന്നു തുടങ്ങി. കഷ്ടമെനിക്കേറ്റം ഞാനയ്യോ ദോഷി ദുഷ്പ്രതിദാനം ഞാൻ രക്ഷകനേകി. മഴമഞ്ഞെന്നീവയാൽ അവനെന്നെ പോറ്റി അപകാരത്താൽ ഞാൻ അവനെ സ്കീപ്പാമേലേന്തി. സൃഷ്ടി സമൂഹത്തിൻ പതിയെ ക്രൂശിച്ച ദുര്യോധന്മാരെ ദോഷം ദോഷം. ദ്യുതിയമറച്ചിടാൻ രവിയൊടു കൽപ്പിക്ക ഏകസുതാചാരേ ഞാനണയട്ടെ. നിന്റെ നിയോഗത്താലിരുളാർന്നിടട്ടെ ശ്ലീബാവൃക്ഷത്തെ ഞാൻ പുണരട്ടെ. എൻ മകനെ ഞാൻ നിൻ അടികളെ മൂത്തട്ടെ. പ്രാണപ്രദനേ നിൻ സൗരഭ്യം ഞാനേൽക്കട്ടെ. ദുർവൃത്തന്മാർ നിൻ നഗ്നത കാണായ്വാൻ അന്ധത പൂക്കട്ടെ തൽനയനങ്ങൾ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മിശിഹായുടെ കുരിശാരോഹണത്തെ കുറിച്ചാണ്. നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പൊ ഇതേപ്പറ്റി പല ആളുകളും തർക്കത്തിനായിട്ട് വരാറുണ്ട്. ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ബൈബിൾ വ്യാഖ്യാനം, ഇത്തരം തർക്കങ്ങൾ ബൈബിൾ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ POC ബൈബിള് ഇറങ്ങുന്നതിന് മുമ്പ് കത്തോലിക്കർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിൾ എന്താണ്? കേരളത്തിലെ കാര്യമാണ്. നിഷ്കളങ്കമായി ചോദിച്ചാട്ടോ, അദ്ദേഹം അറിയാനുള്ള ആഗ്രഹത്തിന് ചോദിച്ച. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്രിസ്തീയ സഭയുടെ
അടിസ്ഥാനം ബൈബിളല്ല. അത് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈവൻ ചില മെത്രാപ്പൊലീത്തമാർക്ക് വരെ ആ തെറ്റിദ്ധാരണയുണ്ട്. 100 വർഷം മുമ്പ് കേരളത്തിൽ ബൈബിൾ ഇല്ലായിരുന്നു, പക്ഷെ സഭയുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഓരോ ബൈബിൾ എന്ന് സീറോ മലബാർ സഭ എന്ന് തീരുമാനിച്ചോ അന്ന് ആ സഭയെ കലകം തുടങ്ങി. കാരണം ആ ബൈബിൾ എടുത്തു വെച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി ആളുകൾ. അൽമായർ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. വ്യക്തിപരമായ ഇന്റർപ്രിട്ടേഷൻ, പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. അതേ തുടർന്ന് അതിനകത്ത് ഒത്തിരി കൾട്ടുകൾ രൂപപ്പെട്ടു. ഇപ്പൊ സ്പിരിറ്റ് കൾട്ട്, ഹോളി സ്പിരിറ്റ് കൾട്ട്, പിന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരന്റെ കൾട്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ പല ആളുകളും ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ ഒരുപാട്, പിന്നെ നമ്മുടെ സാറെന്ന് വിളിക്കുന്ന ഒരാളുടെ കൾട്ട്, ഇങ്ങനെ വ്യക്തിപരമായ ഇന്റർപ്രിട്ടേഷൻസ് ധാരാളം ഉണ്ടായി വന്നു. ഓർത്തഡോക്സ് സഭയിലേക്ക് നമുക്ക് വന്നാല് അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഈ ഓർത്തഡോക്സ് സഭ യാക്കോബായ ഓർത്തഡോക്സ് ഒരുമിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സുറിയാനി സഭയിൽ ബൈബിള് വന്നു കഴിയുമ്പോൾ ബൈബിൾ എടുത്തു വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യാണ്. ഇതാ ഈ വാക്യം കണ്ടോ. അപ്പൊ ഒരു വാക്യം എടുത്ത് കാണിക്കുമ്പോൾ തെളിവിനായിട്ട് ബൈബിൾ വാക്യമാണ്. ഈ ബൈബിൾ വാക്യം കാണുമ്പോൾ ശരിയാണല്ലോ, കാരണം ഇവരുടെ കോണ്ടെക്സ്റ്റിലേക്ക് ആ വാക്യം വരികയാണ്. അപ്പൊ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വാക്യങ്ങൾ വലിയ അപകടകാരികളായി മാറും, തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പിന്നെയും പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല. പൗലുസ്ലിഹ പറയുന്നത് പോലെ പൗലുസ്ലിഹ പറയുന്നുണ്ട്, പിന്നെയും അത് പറയാൻ എനിക്ക് മടുപ്പില്ലെന്ന്. എനിക്കും മടുപ്പില്ല. കാരണം നിങ്ങൾ ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ഇത് മനസ്സിലാക്കാതെ ബൈബിൾ വ്യാഖ്യാനിക്കരുത്. ഇന്നലെ ഒരാള് ഈ ക്ലബ് ഹൗസിൽ എന്നോടൊരു വാക്യം, ഞാൻ പറഞ്ഞത് ഏത് പുസ്തകം? എബ്രായ ലേഖനം. എബ്രായ ലേഖനം ആർക്ക് എഴുതിയതാണ്? എബ്രായർക്ക് എഴുതിയതാണ്. അതേതെങ്കിലും ക്രിസ്തീയ സഭയ്ക്ക് എഴുതിയതല്ല. അപ്പൊ എബ്രായരുടെ കോണ്ടെക്സ്റ്റ് വേണം അത് മനസ്സിലാക്കാൻ, എന്തുകൊണ്ടാണ് അവരോട് അങ്ങനെ പറയുന്നത്. അപ്പം ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഒരു വാക്യം കണ്ടാൽ ഉടനെ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് അങ്ങനെയല്ല ബൈബിൾ മനസ്സിലാക്കുന്നത്. ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഡോഗ്മാറ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് ഓർത്തഡോക്സിയുടെ പാരമ്പര്യമല്ല. ഓർത്തഡോക്സിയിൽ അങ്ങനെയില്ല. റീഡ് ദ ബൈബിൾ വിത്ത് എ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സോട് കൂടെ ബൈബിൾ വായിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ റൈറ്റ് കൺക്ലൂഷൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ ബൈബിൾ വായിച്ചാൽ ഹൗ ക്യാൻ വി ഒബ്റ്റെയിൻ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? റീഡ് ദ ബൈബിൾ. എങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്? റീഡ് ഇറ്റ് അലോങ് വിത്ത് ദ ഫാദേഴ്സ്, റീഡ് ഇറ്റ് അലോങ് വിത്ത് ദ ലിറ്റാർജി. ലിറ്റർജിയോട് ചേർന്ന്, പിതാക്കന്മാരോട് ചേർന്ന് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ക്രിസ്തുവിന്റെ മനസ്സ് പരമപ്രധാനമായിട്ട് ക്രിസ്തുവിന്റെ മനസ്സോടുകൂടെ വായിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്നത് ഒരു അത്യാവശ്യ സംഗതിയല്ല, ബൈബിൾ വായിക്കേണ്ടി വന്നാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മെ സംബന്ധിച്ച് ആരാധനാക്രമത്തിലാണ് അടിസ്ഥാനമുള്ളത്. ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ ദാൻ ഇനഫ്. ഇനി വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം, ഞാനൊരു ആമുഖം പറഞ്ഞതേ ഉള്ളൂ. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയാണ്, യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. അപ്പം ഒരു ഈർഷ്യയോടെ കർത്താവ് പറയാണ്. ആരോടാണ് പറയുന്നത്? അന്നത്തെ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ആളുകളോട് പറയാണ്. വിശുദ്ധരായി പരിഗണിക്കപ്പെടുന്ന, ഭക്തരായി എണ്ണപ്പെടുന്ന, ആത്മീകരായി അഭിനയിക്കുന്ന നേതൃത്വം, അവരോടാണ് കർത്താവ് പറയുന്നത്. നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പരീശന്മാർ അത് കണ്ട അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അന്നത്തെ കമ്മ്യൂണിറ്റി വലിയ പ്രശ്നം. ചുങ്കക്കാര്, പാപികള്, ഔട്ട്കാസ്റ്റ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സിന്നേഴ്സ്.
യേശുക്രിസ്തു അവരോട് കൂടെ കമ്പനി കൂടുക. പരീശന്മാർ ഭക്തന്മാരാണ്, വേർപാടുകാരാണ്. പരീശന്മാർ എന്ന് പറഞ്ഞാൽ വേർപാടുകാരാണ്, വിശുദ്ധന്മാരാണ്. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ഭക്തിയിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പൊ പരീശന്മാര് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങളുടെ യേശു പരീശന്മാരുടെ പക്ഷത്തുള്ള ആളാണ്. അപ്പോ പരീശന്മാരുടെ സ്വന്തം പയ്യനാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവനെന്തോ ഇങ്ങനെ, എന്തിനാണ് ഈ ചുങ്കക്കാരുടെ? അപ്പൊ യേശു അവരോട് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ആദ്യം വായിച്ചത്. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവീൻ യേശുക്രിസ്തു അവരോട് സജസ്റ്റ് ചെയ്യാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഇത് 2 പ്രാവശ്യം യേശു പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സുവിശേഷത്തിൽ അത് 2 പ്രാവശ്യം വന്നപ്പോ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് 2 അല്ല, അത് സെവറൽ ടൈംസ് യേശുക്രിസ്തു ഉദ്ധരിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം ഇവിടെ തന്നെ 2 പ്രാവശ്യം വന്നു എന്ന് പറയുമ്പോൾ യേശു അത് നിരന്തരമായിട്ട്. അപ്പം ഈ വാക്യം വേണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ ഒരു ഫേവറിറ്റ് വാക്യമായിട്ട് എടുക്കാം. ഇതൊരു പഴയ നിയമ വാക്യമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഫേവറിറ്റ് വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയം കൂടെ പറയാൻ പറ്റും. പഴയ നിയമത്തിൽ നിന്ന് യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. അപ്പൊ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭാഗികമായിട്ടാണ്, ചിതറിക്കിടക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ദൈവത്തിന്റെ മനസ്സിനൊത്ത ഒരു വാക്യം യേശുക്രിസ്തു പിക്ക് ചെയ്തെടുക്കുകയാണ്. അത് പല പ്രാവശ്യം പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്, ഇതേ വാക്യം ഉദ്ധരിക്കുന്നതായിട്ട്. ഇവിടെ 12-ാം അധ്യായം നോക്കും. മുമ്പ് 9-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചേ. 12-ാം അധ്യായത്തിൽ യാഗത്തിലല്ല കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. ഉണ്ടോ? എന്നാൽ ദൈവാലയത്തെക്കാൾ ഇത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഇതാണ്. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടെ കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്ത നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ അവരോട് പറഞ്ഞു, ദാവീദ് തനിക്കും കൂടെയുള്ളവർ വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ല തനിക്കും കൂടെയുള്ളവർക്ക് തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നെങ്കിലും കുറ്റമില്ലാതിരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് യേശു പറയാണ്, യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോ പഴയ നിയമത്തിലെ വാക്യങ്ങളിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യം എന്ന് യേശുക്രിസ്തു സജസ്റ്റ് ചെയ്യുന്ന വാക്യം ഹോശിയ പ്രവചനം 6:6. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു വാക്യമാണ്. ഇതാ, നിങ്ങൾ ഈ വാക്യം പഠിക്കൂ, ഈ വാക്യത്തിന്റെ അർത്ഥം അറിയൂ. ഈ ഒരു യുഗം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കില്ല. ഒരു ജന്മം മുഴുവൻ, ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പോയി പഠിക്കുവിനെന്ന് ഒരിടത്ത് പറയുന്നു, നിങ്ങളത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രമാത്രം കർത്താവായ യേശുക്രിസ്തു ചെറിഷ് ചെയ്യുന്ന ഈ വാക്യം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമില്ലേ? യാഗത്തിലല്ല, ഹോശിയ 6:6, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. ഇതാണ് ആ വാക്യം. ഈ വാക്യമാണ് യേശുക്രിസ്തു ഉദ്ധരിക്കുന്നത്. കർത്താവ് അവിടെ പറയാണ്, ദാവീദ് തനിക്ക് വിശന്നപ്പോ ദാവീദും കൂടെ ഉള്ളവരും കൂടെ ചെന്ന് ദൈവാലയത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഷോ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഈ ഷോ ബ്രെഡ് എന്ന് പറഞ്ഞാൽ കാഴ്ചയപ്പം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാഴ്ചയപ്പം പുരോഹിതന്മാരാണ് തിന്നേണ്ടത്.
അപ്പൊ ദാവീദിനും കൂട്ടർക്കും അത് തിന്നാൻ പറ്റത്തില്ല, ലേവ്യർക്കാണ്. ഇവര് ലേവ്യരല്ല, പക്ഷെ അവരത് തിന്നു. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, ദൈവാലയത്തിനുള്ളിൽ വെച്ച് ശബത്ത് ലംഘിച്ച കുഴപ്പമില്ല, അത് ന്യായപ്രമാണം. ദൈവാലയത്തിനകത്ത് വെച്ച് പുരോഹിതന് ശബത്ത് ദിവസം ചുമ്മാ ഇരിക്കണ്ട, എന്തും ചെയ്യാം, ശബത്തിൽ പണി ചെയ്യാം. പക്ഷെ ഇൻസൈഡ് ടെമ്പിൾ, ദൈവാലയത്തിനകത്ത് ഈ ബന്ധു ദിനത്തിൽ ആശുപത്രിയൊക്കെ ഒഴിവാക്കത്തില്ലേ എന്ന് പറഞ്ഞാല് ഇല്ലേ, പത്രം, പാൽ വിതരണ ആശുപത്രി എന്നിവ ഒഴിവാക്കിയതായി പാർട്ടി സെക്രട്ടറി അറിയിച്ചു. ദൈവാലയത്തിനകത്ത് ശബത്ത് ലംഘനമില്ല, ലംഘനം വരുന്നില്ല, എന്തും ചെയ്യാം ശബത്തിന്റെ അന്ന്. അതുപോലെയാണ് യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ക്രിസ്തു യേശുവാണ് ദൈവാലയത്തെക്കാൾ വലിയവൻ. സോ ഇവിടെ വയലേഷൻസ് ഇല്ല. ക്രിസ്തുവിനോട് ഒന്നിച്ച് നിൽക്കുമ്പോ ന്യായപ്രമാണം നള്ളിഫൈഡ് ആവുകയാണ്. അവിടെ ന്യായപ്രമാണത്തിന്റെ ശക്തി അവിടെ ഇല്ലാതായി. ഇതാണ് കർത്താവ് പറയുന്നത്, ഹോളിനെസ് ഈസ് ക്രൈസ്റ്റ് ഇൻ യു. ഇവിടെ നമ്മൾ നാസ ചെല്ലുന്ന അവിടെ 0 ഗ്രാവിറ്റി റൂമുണ്ട്, ഗ്രാവിറ്റി ഇല്ല. അതുപോലെയാണ് യേശു തമ്പുരാൻ ദൈവാലയത്തിനകത്ത് ന്യായപ്രമാണത്തിന്റെ സ്വാധീനമില്ല, അതിനകത്ത് ശബത്ത് ലംഘനമില്ല. പുരോഹിതൻ ലംഘിച്ചാൽ അത് ലംഘനമല്ല. അത് അതേ പുരോഹിതൻ ദൈവാലയത്തിന് പുറത്തു വച്ച് ആ ലംഘനം നടത്തിയ ലംഘനമാണ്. ദൈവാലയത്തിനകത്ത് അത് ബാധകമല്ല. നമ്മൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന പോലെ പ്രത്യേക സാമ്പത്തിക മേഖല, അവിടെ ടാക്സേഷൻ, ലെവി അതൊന്നും ബാധകമല്ല. യേശുക്രിസ്തുവിൽ ഇത് ബാധകമല്ല. ഇതാണ് കർത്താവ് പറയുന്നത്, ഇത് ആ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. അപ്പൊ എന്നോട് കൂടെ നിന്നിട്ടാണ് ഈ ശിഷ്യന്മാർ ഈ കതിര് പറിച്ച് തിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ലംഘനമൊന്നുമല്ല. ദൈവാലയത്തെക്കാൾ വലിയവനാണ് യേശുക്രിസ്തു. ഇതാണ് അവിടെ അവതരിപ്പിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് യേശു കർത്താവ് ഈ ആശയം കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആ 9-ാം അധ്യായത്തിൽ പാപികളോടും ചുങ്കക്കാരനോടും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അസോസിയേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കർത്താവ് പറയുന്ന വാക്യം ഇതാണ്. നിങ്ങൾ പോയി പഠിക്കുവിൻ, ഹോശേയ 6:6 നിങ്ങൾ പോയി പഠിക്കുവിൻ. കർത്താവിന്റെ ശിഷ്യന്മാരെ കുറ്റം വിധിക്കുമ്പോഴും കർത്താവ് ഉദ്ധരിക്കുന്ന വാക്യം ഇതാണ്, ഹോശേയ 6:6 നിങ്ങൾ പോയി പഠിക്കുവിൻ. എന്താണ് അവിടെ പറയുന്നത്? ദൈവത്തിന് പ്രസാദം യാഗത്തിലല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, യാഗത്തിലല്ല. നമ്മുടെ തിയോളജി രൂപപ്പെടുമ്പോൾ, ഇതാ ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ബൈബിൾ വായിക്കുമ്പോൾ റീഡ് ഇറ്റ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സോടുകൂടെ വായിക്കുക. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സില്ല, പലപ്പോഴും ചെകുത്താന്റെ മനസ്സ് വെച്ചിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. ചെകുത്താന്റെ മനസ്സ് വെച്ച് വായിക്കുന്നത് കൊണ്ടാണ് ദൈവം ചോരക്കൊതിയനാണെന്ന് തോന്നുന്നത്. ദൈവത്തിന് ഈ യാഗം ആവശ്യമായിരുന്നു. രക്തം വീഴുന്ന കാണാൻ കാത്തിരിക്കുന്ന ദൈവം, രക്തദാഹിയായ ദൈവം എന്നല്ലാതെ എന്താ പറയുക? അപ്പൊ ഇവിടുത്തെ പെന്തക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും ഓൾമോസ്റ്റ് ഈ കരിസ്മാറ്റിക് അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം, ഈ ബ്രോഡ്വേ ക്രിസ്ത്യൻസ് എന്ന് വേണേൽ പറയാം, അല്ലെ, വഴിയെ നടക്കുന്നവന്മാരെല്ലാം വിശ്വസിക്കുന്നത് യേശുവിന്റെ രക്തം വീഴാൻ വേണ്ടി കാലം കാത്തിരുന്നു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോ നോമ്പ് തുടങ്ങാൻ പോവാ. നോമ്പ് തുടങ്ങുമ്പോൾ നമ്മൾ നോമ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവം, ക്രൂശാരോഹണം ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നു. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് വളരെ ശ്രദ്ധിച്ച് യൂട്യൂബില് ഈ പ്രസംഗങ്ങൾ നോക്കും, ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രസംഗങ്ങൾ. ഈ സത്യത്തിൽ പല പ്രസംഗവും കേൾക്കുമ്പോൾ ഞാൻ ലിറ്ററലി കരഞ്ഞിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ വർണ്ണന കേട്ട് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞല്ല.
ഈ യാക്കോബായ ഓർത്തഡോക്സിലെ അച്ഛന്മാര് ഇത്രമാത്രം ഇഗ്നോറന്റ് ആയി പോയല്ലോ. ദൈവമേ, സത്യത്തിൽ നിന്ന് എത്രയോ അകലെ നിന്നുള്ള പ്രസംഗം പറയുന്നത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാൻ കാണുന്ന പ്രസംഗങ്ങളിലൊന്നും പൗരസ്ത്യ ദർശനമല്ല. കൊല്ലപ്പെടേണ്ടവനായിരുന്നു, അവൻ കൊല്ലപ്പെട്ടത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനും നമ്മെ സ്നേഹിക്കാനും ഒരാളുടെയും മരണം ആവശ്യമില്ല. ഒരാളും മരിക്കേണ്ട ആവശ്യമില്ല. ഒരു യാഗത്തിലും ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിന് പ്രസാദം കരുണയിലാണ്. അപ്പൊ യേശു തമ്പുരാൻ ആവർത്തിച്ച് 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 ആവശ്യപ്പെടുന്നത് ഈ പഠിക്കണം. ഓശ 6:6 പഠിക്കണം. യാഗത്തിലല്ല, കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ കരുണയാണ്. അതാണ് നമ്മൾ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ എന്ന് പറയുന്നത്. എന്താണ്? കരുണ ചെയ്യണമേ. ഹൗ മേഴ്സി. കരുണയിലാണ് പ്രസാദം. ദൈവം പ്രസാദിക്കും നീ ഒരാളോട് കരുണ കാണിക്കുമ്പോഴാണ്. ഈ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പാക്കുമ്പോഴല്ല ദൈവം പ്രസാദിക്കുന്നത്. മനസ്സിലായോ? ലോ എൻഫോഴ്സ്മെന്റ് അല്ല. ലോ എൻഫോഴ്സ്മെന്റിലല്ല ദൈവപ്രസാദം. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഈ പാശ്ചാത്യ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നത്. അത് ഈ ആൻസലാം തിയറി നമ്മൾ ഇന്നലെ പറഞ്ഞ്. ആൻസലാം എന്ന് പറഞ്ഞാൽ 12ാം നൂറ്റാണ്ടിൽ ഈ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആൻസലാം അന്നത്തെ കാലത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. അന്ന് അവിടുത്തെ നഗരത്തിലെ ആ സ്വസ്ഥ ജീവിതത്തിന് ഭംഗം വരുന്ന ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അവിടെ അതിനൊരു പിഴ അടയ്ക്കണം. അപ്പൊ സിറ്റി ക്ലർക്കിന്റെ അടുത്തൊരു പിഴ അടയ്ക്കണം. ഈ അടയ്ക്കുന്ന പിഴയുടെ പേര് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് കഴിഞ്ഞാൽ പിഴ അടയ്ക്കുമ്പോൾ ഓക്കെ, നമ്മളിപ്പോ ഈ നമുക്ക് ട്രാഫിക് പിഴയൊക്കെ കിട്ടില്ല, അതുപോലെ. അപ്പം ഭരണാധികാരിക്ക് പ്ലീസിങ് അല്ലാത്ത ഒരു കാര്യം ഒരു പ്രജ ചെയ്താൽ ഒരു പിഴ അവിടെ അടയ്ക്കാൻ ഇദ്ദേഹം നിർബന്ധിതനാകുകയാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഈ ആൻസലാം ഒരു തിയറി കൊണ്ടുവരികയാണ്. ആൻസലാം കൊണ്ടുവരുന്ന ഈ തിയറി തന്നെ ആൻസലാമിന്റെ ഒരു ശിഷ്യൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി ആയിട്ടാണ്. അപ്പം ദൈവപുത്രൻ എന്തിനാണ് മനുഷ്യനായിട്ട് വന്നത്? ഈ കുർഡിയോസ് ഹോമോ എന്നൊരു ബുക്കാണ് ഈ ആൻസലാം എഴുതിയത്. കുർഡിയോസ് ഹോമോ എന്ന് പറഞ്ഞാൽ വൈ ഗോഡ് ബിക്കേം മാൻ. ദൈവം എന്തിന് മനുഷ്യനായി? അപ്പൊ അതിനുള്ളൊരു ന്യായീകരണം കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അപ്പൊ എല്ലാ മനുഷ്യരും ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലൊന്നും അല്ല നടക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിനുള്ള പരിഭവം മാറ്റാൻ ഒരു പിഴ അടയ്ക്കാൻ എല്ലാ മനുഷ്യർക്കും ഒരു ഡ്യൂസ് ഉണ്ട്. അങ്ങനെ മനുഷ്യരാശിയുടെ ഡ്യൂസ് മുഴുവനൂടെ കൂട്ടിയ ഒരു അക്യൂമുലേറ്റഡ് ഡ്യൂസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡ്യൂ ആണ്. അത് യേശുക്രിസ്തു മരിച്ചങ്ങ് അടച്ചു എന്ന് പുള്ളി അങ്ങ് അതിനുവേണ്ടിയാണ് ഈ ദൈവപുത്രൻ വന്നതെന്ന് സ്ഥാപിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന്, ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് അകന്നുള്ള ഒരു വ്യാഖ്യാനമാണ് കൊടുത്തത്. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞിരുന്നെങ്കിൽ ആൻസലാം ഒരിക്കലും ആ സിദ്ധാന്തം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സിനെ കൂടാതെ ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സിനെ കൂടാതെയാണ് ആൻസലാം വായിച്ചത്. അതാണ് കുർഡിയോസ് ഹോമോ എന്ന ബുക്ക്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഫ്രീ ആയിട്ട് PDF കിട്ടും എന്റെ കുർഡിയോസ് ഹോമോ. ഇത് എന്താണെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ടാണ്. യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത് നിങ്ങൾ പഠിക്കേണ്ട വാക്യം യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവത്തിന് എന്തിൽ പ്രസാദമില്ല? യാഗത്തിൽ പ്രസാദമില്ല. ദാവീദ് രാജാവിന് ഈ സംഗതി അറിയാം. ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു,
ഹനനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. ഗോഡ് ഡിസയർഡ് നോട്ട്, ഗോഡ് പ്ലീസസ് നോട്ട്. അപ്പൊ ദൈവം ഈ യാഗം ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അതിൽ പ്രസാദിക്കുന്നില്ല. ഏത് യാഗം? ഒരു യാഗവും. അപ്പൊ അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ ഫോർ ഐ ഡിസയർഡ് മേഴ്സി ആൻഡ് ദ നോളജ് ഓഫ് ഗോഡ്. രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന് മേഴ്സി ആൻഡ് നോളജ്, ദയയും ജ്ഞാനവും. മേഴ്സി ആൻഡ് നോളജ്, ഇതാണ് ഓർത്തഡോക്സി. മറ്റേ ഈ ലീഗൽ ഫ്രെയിംവർക്കും കടാരയും കത്തിയും അമ്പും വില്ലും കുന്തവും കൊടച്ചക്രവും ആണിയും ചുറ്റികയും ഇതെല്ലാം പാശ്ചാത്യരുടെ. അവരുടെ തിയോളജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ചുറ്റിക 1, ആണി 3, മുൾക്കിരീടം 1, കുന്തം വലുത് 2, ചെറുത് 3, ചമ്മട്ടി 6. ദൈവമേ, ക്രിസ്ത്യാനിറ്റിയുടെ മുഖം ലോകത്തിന്റെ മുമ്പ് വികൃതമാക്കിയത് ഈ പാശ്ചാത്യരാണ്. യേശുക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇവന്മാര് ബൈബിൾ എടുത്തു വെച്ച് ഇങ്ങനെ ഒരു തിയോളജി ഒക്കെ ഉണ്ടാക്കി. ഒരു മനുഷ്യൻ മരിക്കണമായിരുന്നു, ചോരക്കൊതിയനായ ഒരു ദൈവം, ചോര കൊടുക്കുന്ന ഒരു ബലിയാട്, പിന്നീട് ചോര കുടിക്കുന്ന കുറെ വിശ്വാസികൾ, ചോര കുടിയന്മാർ. അങ്ങനെയാണ് വലിയ ബ്ലെയിം ഉണ്ടായത്. കാരണം ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ചോര കുടിക്കുകയാണ്. ഭയങ്കര, കാരണം ഇവരുടെ ദൈവം തന്നെ. ഇപ്പൊ നമ്മൾ ഈ ക്രിസ്ത്യൻസ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി അത് പരികർമ്മം ചെയ്യുന്നത് കണ്ടും അനുഭവിച്ചും നമുക്കറിയാം അവിടെ ഒരു ഭീകരമായ ബീഭത്സമായ ഒരു, നിങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തരത്തിലുള്ള എക്സ്പോഷറും കിട്ടാത്ത ഒരു വ്യക്തിയോട് ഇങ്ങനെ അവിടെ പോയി മാംസവും രക്തവും കഴിക്കാൻ പറഞ്ഞാൽ അവരെന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നതല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മുഖം വികൃതമാണ് പുറത്ത്. കാരണം ഇതാണ് അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിച്ചിട്ടിരിക്കുക, ദേഹം മുഴുവൻ മുറിവുള്ള ഈ രൂപം ലോകം മുഴുവൻ വെച്ചിരിക്കുക, ക്രൂശ് രൂപം. കാര്യം ആൻസ്ലാമിനെ സംബന്ധിച്ച് കുർഡിയോസ് ഹോമോ, നിങ്ങൾ ആ ബുക്ക് സ്പെല്ലിങ് വേണമെന്ന് ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, കണ്ട, ഇതാണ് അതിന്റെ സ്പെല്ലിങ്. നിങ്ങൾ ഇനി നോക്ക്. ഈ കിർഡിയോസ് ഹോമോ എന്ന് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. കിർഡിയോസ് ഹോമോ ഈ ബുക്ക് ആൻസ്ലാം നിങ്ങളത് വായിച്ചു നോക്കുക. അവിടെ ഒരിക്കൽ പോലും ആൻസ്ലാം ഈ റിസറക്ഷനെ പറ്റി പറയുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് റിസറക്ഷൻ ഈസ് നത്തിങ്. റിസറക്ഷൻ വേണ്ട, കാരണം സാറ്റിസ്ഫാക്ഷൻ കുരിശുമരണത്തിലാണ്. കുരിശിൽ മരിച്ചു, സാറ്റിസ്ഫൈഡ് ആയി. അവിടെ അതുകൊണ്ടാണ് കത്തോലിക്കരുടെ കുരിശാൽ ഇപ്പോഴും യേശു തൂങ്ങിക്കിടക്കുന്നത്. ഓർത്തഡോക്സിൽ അതല്ല, ചങ്കുപൊട്ടി കരയാണ് നമ്മുടെ കർത്താവ് കുരിശിക്കപ്പെട്ടതിൽ. സുറിയാനി സഭയുടെ ലിറ്റർജി നോക്ക്, വലിയ വെള്ളിയാഴ്ചയുടെ നമസ്കാരം നോക്ക്, ഹൃദയം പൊട്ടി കരയാണ്. അമകനേ മമ വത്സലനേ എന്തു നിനക്കു ഭവിക്കുന്നു. ഈ പാശ്ചാത്യ പൗരസ്ത്യമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ ലീഗാലിസമാണ്, ലീഗലിസമാണ്. ഈസ്റ്റില് റിലേഷനാണ്. പാശ്ചാത്യനെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം തന്റെ പാപത്തെയും തന്റെ ശിക്ഷയെയും മാറ്റുവാൻ വേണ്ടി ഒരാൾ ബലി അറുക്കപ്പെടുന്നതിന്റെ ആഘോഷമാണ്. പൗരസ്ത്യരെ സംബന്ധിച്ച് നമ്മുടെ പ്രാണപ്രിയൻ പിടഞ്ഞു മരിക്കുന്നതിന്റെ ദുഃഖമാണ്. അത് റിലേഷനാണ്, അതിന്റെ അനുസ്മരണം. അവിടേക്ക് നമ്മൾ പോവുകയാണ്.
അതുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ വലിയ വെള്ളിയാഴ്ച നമസ്കാരം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു ബന്ധവുമില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആഘോഷമാണ്. ഗുഡ് ഫ്രൈഡേ എന്നാണ് അവർ പറയുന്നത്. സോ വെരി ഗുഡ്, വെരി ഗുഡ്. അവനെ കൊല്ലേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവനെ ടൈം ട്രാവൽ നടത്തി ഇപ്പോൾ കർത്താവിന്റെ കുരിശിന്റെ അവിടെ കൊണ്ട് നിർത്താമെങ്കിൽ കർത്താവിനെ രക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും ഇവർ അനക്കത്തില്ല. ഇനി അഥവാ ഇനി കർത്താവ് ഇറങ്ങി ഓടിയെന്ന് വിചാരിക്കുക, അങ്ങനെ ഓടത്തില്ല, അസ്യൂം ചെയ്യും. ഓടി ഇങ്ങനെ ഒരു ഇടവഴി വന്നു പോയി. യെരുശലേമിൽ ഇങ്ങനെ ഇടുങ്ങിയ വീടുകളുണ്ട്, ഈ വീടുകൾ അടുത്തടുത്തിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു, നമ്മൾ സിനിമയിലൊക്കെ കണ്ടല്ലോ സ്റ്റണ്ട് രംഗം വരുമ്പോൾ ബൈക്കിൽ പോകുന്നു. അപ്പോൾ പോലെ ഈ വീടുകളുള്ള ആ വീടുകൾ കിടക്കൂടെ ഇങ്ങനെ യേശു ഓടി വരിക എന്ന് വെച്ചു. അപ്പൊ ഓപ്പോസിറ്റ് ഇവനാ കാണുന്നെങ്കിൽ ഇവൻ തടഞ്ഞു നിർത്തും, ഒച്ച വെച്ച ആളെ കൂട്ടും. ഇതേ പിടിച്ചോ, ദേണ്ട് കിട്ടിപ്പോയി. രക്ഷപ്പെടാൻ ശ്രമം. കാരണം നമ്മുടെ രക്ഷ ഇവനെ തൂക്കിയാലേ നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ. അവിടെ യെരുശലേമിൽ അന്ന് മോക്കേഷ് ആൻഡ് മോണേഷ് ഉണ്ടായിരുന്നു. മോക്കേഷ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ഒരു കൂട്ടവും മോണേഷ് ഉണ്ടായിരുന്നു, വിലപിക്കുന്ന ഒരു കൂട്ടവും ഉണ്ടായിരുന്നു. നിങ്ങളെ ടൈം ട്രാവൽ നടത്തി യെരുശലേമിൽ കൊണ്ടുപോയാൽ ഈ പെന്തക്കോസ്തുകാരും ഈ പ്രൊട്ടസ്റ്റന്റുകാരും ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ ആശയം പിടിച്ചു നിൽക്കുന്ന എല്ലാവരും, ആൻസലാമിന്റെ പിന്മുറക്കാരും മുഴുവൻ തന്നെ ആ മോക്കേഷിന്റെ കൂടെ ക്രൂസിഫൈ ഹിം, ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ സാൽവേഷൻ. അവരാ കൂടത്തുള്ളൂ. സെന്റ് പോൾസിലൊക്കെ പോകാത്ത കുറച്ച് യാക്കോക്കാർ, ശുദ്ധഹൃദയന്മാരായ സുറിയാനിക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിർത്താമെങ്കിൽ അവർ ആ മോണേഷിന്റെ കൂടെ, പരിശുദ്ധ അമ്മയുടെ കൂടെ, യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ അവര് ആ കൂടെ കാണും. സുറിയാനി സഭയുടെ പിതാക്കന്മാരൊക്കെ ആ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ പാടുന്നത്. കാലുകളും ലേശം കരളലിവന്നെ ആംഗ്യത്താൽ വാനോ താഴവുമേന്തുന്നു തിരുവിഷ്ടം മൂലം സ്കീപ്പായി താനേന്തി ഈറേന്മാർ ചൂളും കാന്തിയേന്തുന്നു തരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു. ഈറന്മാർ ചൂളും കാന്തിയേന്തുന്നോ തരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു. മോണേഴ്സിന്റെ കൂടെ വിലപിക്കുന്ന ആ ഗ്രൂപ്പിന്റെ കൂടെയാണ് തൊട്ട ശുശ്രൂഷ. ഇറ്റ് വാസ് നോട്ട് എസെൻഷ്യൽ. കാരണം യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, കരുണയിലാണ്. ഇതാണ് ക്രോസിനെ മനസ്സിലാക്കുന്നതിൽ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഉദയവും അസ്തമയവും പോലത്തെ വ്യത്യാസമാണ്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ കർത്താവേ നീ ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഈസ്റ്റ് വെസ്റ്റിൽ നിന്ന് അകന്നിരിക്കുന്ന പോലെ എന്നാണ് കൃത്യമായിട്ട് വായിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റിൽ നിന്ന് അകന്നിരിക്കുന്ന പോലെ. ഇപ്പൊ വെസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ റോങ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എന്തിനാണ് യേശു കുരിശിൽ മരിച്ചെന്ന് നിങ്ങൾക്ക് യേശുവിനെ അവർ ക്രൂശിച്ചതാണ്. യേശു കർത്താവ് പറയാണ്, എന്നോട് കൂടെ നിൽക്കുമ്പോ ഈ സിന്ന് ഇതൊരു വയലേഷൻ അല്ല. നിങ്ങൾ പറയുന്നത് ഇത് സിന്നാണ്, വയലേഷനാണ്. നോ, ദൈവാലയത്തെക്കാൾ വലിയവനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ പഠിക്കണം, യാഗത്തെക്കാൾ കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. എന്നിട്ട് ഈ ഹോശിയ പ്രവാചകൻ പറഞ്ഞ 2 വാക്യമാണ്. ഹോശിയ പറയാണ്, മേഴ്സി ആൻഡ് നോളജ്. ദൈവത്തിന്റെ ദയയിലും കരുണയിലുമാണ് താൻ പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ ദയയിലും കരുണയിലുമാണ് പ്രസാദിക്കുന്നത്. ഈ ദൈവസ്നേഹവും
ദൈവത്തിന്റെ സ്നേഹവും നോളജുമായിട്ട്, ജ്ഞാനവുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ ദൈവസ്നേഹവും നോളജുമായിട്ട്, ഇപ്പൊ അവിടെ ഈ ഹോശേയ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു സംശയം തോന്നും. ദൈവത്തിന്റെ ജ്ഞാനത്തിന് എന്താണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിന് എന്താണ് സ്നേഹവുമായിട്ട് ബന്ധം? വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ പറയാണ്, thou shalt love the Lord thy God with all thy heart and with all thy soul and with all thy strength and with all thy mind. ഇങ്ങനെയാണ് മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, ബുദ്ധിയാണ്, ഇന്റലിജൻസ്. ഇപ്പൊ നോളജും സ്നേഹവുമായി ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുകയെന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. കോറിലേഷൻ എന്താണ്? സ്നേഹവും നോളജുമായിട്ട്. അത് നമുക്കിത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ. കാരണം സ്നേഹം, നോളജ്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലബ് ഹൗസിൽ ആരോ ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞായിരുന്നു. കാരണം ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വൈകാരിക സംഗതിയാണ്, ഒരു ബൗദ്ധിക സംഗതിയാണ്. വൈകാരികമല്ല, ബൗദ്ധികമാണ് സ്നേഹം. ഇഷ്ടമാണ് വൈകാരികം, സ്നേഹം ബൗദ്ധികമാണ്, സ്നേഹം അചഞ്ചലമാണ്. അപ്പൊ സ്നേഹം എന്താണെന്ന് നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് മനസ്സോടെ സ്നേഹിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ വാക്യം കാണുമ്പം ബുദ്ധിപൂർവ്വം നീ സ്നേഹിക്കണമെന്ന്, ബുദ്ധി കൊണ്ട് സ്നേഹിക്കണം. ഒന്നാമത്തെ കാര്യം, സ്നേഹം എന്ന് പറയുന്നത് വേരൂന്നിയിരിക്കുന്നത് ജ്ഞാനത്തിലാണ്. സ്നേഹം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ജ്ഞാനത്തിലാണ്. ഒത്തിരി ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വ്യക്തമായ കാരണങ്ങളാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത് കേവലം ബാലിശമാണ്, അടിസ്ഥാനരഹിതമാണ്. നോളജ് ഓഫ് ഗോഡ്, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഞാൻ ബിബ്ലിക്കൽ ടേമ പറയുന്നത്. നോളജ് ഓഫ് ഗോഡ്, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാനമാണ് അവനോടുള്ള സ്നേഹം നമ്മൾ ഉളവാക്കുന്നത്. ഞാൻ പറഞ്ഞത് വൈകാരികമല്ല. ഇപ്പൊ ഇതിനകത്ത് ഒത്തിരി ഈ കരിസ്മാറ്റിക് ആളുകളൊക്കെ ഉണ്ട്. ഈ യേശുവേ ഹൂ എന്നൊക്കെ ഇങ്ങനെ വൈകാരികമായ ചില സീൽക്കാര ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് എനിക്കങ്ങനെ യേശു എന്റെ നാഥൻ പ്രാണൻ എന്നൊക്കെ. ഇന്റലക്ച്വൽ. യേശുക്രിസ്തു നീ വികാരഭരിതനായി, ഞാനൊരു വികാര ജീവിയാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാനൊന്നും യേശുക്രിസ്തു വന്നില്ല. വിത്ത് യുവർ മൈൻഡ്. യേശുക്രിസ്തു പറയും പൂർണ്ണ മനസ്സോടെ എന്ന് പറഞ്ഞാൽ വിത്ത് യുവർ അനലിറ്റിക്കൽ മൈൻഡ് discern things, and your love must be grounded in the knowledge of the holy. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം, വേരൂന്നിയതായിരിക്കണം നിന്റെ സ്നേഹം.
സോ ഐ ലവ് ഗോഡ് വിത്ത് നോളജ്, വിത്ത് ഗുഡ് റീസൺസ്. അല്ലാത്ത സ്നേഹം ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ സ്നേഹം ജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഈ സ്നേഹം ജ്ഞാനത്തെ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു ഇന്റിമസിയിലേക്ക് വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക്, ഇന്റിമസി, ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയായിട്ടാണെങ്കിലും നമ്മൾ ആ കൂടുതൽ ഒരു ഇന്റിമസിയിലേക്ക് വരുമ്പോൾ ആ ആളെ പറ്റി കൂടുതൽ അറിയുക സംഭവിക്കുന്നതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അറിവിനെയാണ് കൊണ്ടുവരും. നിങ്ങളൊരാളെ സ്നേഹിച്ചു, അല്ലാത്തൊക്കെ ഫാനാണ്, ലവ് അല്ല. ഇപ്പൊ മമ്മൂട്ടിയുടെ ഫാൻസ് ഉണ്ട്, എന്തോ ഒരു ബഹളമാണ് ഉണ്ടാക്കുന്നത്. മോഹൻലാലിന്റെ ഫാൻസ്, യേശുവിന്റെ ഫാൻസ് ഉണ്ട്. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല, ചുമ്മാ ഊവൻ കാര്യം ചെയ്യുക. ഫാൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഗേറ്റ് തല്ലി പൊളിക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, മറ്റവന്റെ പോസ്റ്റർ കീറുക, ഫേസ്ബുക്കിൽ വന്ന് ചീത്ത വിളിക്കുക, ക്ലബ് ഹൗസിൽ വന്ന് അലറുക. ദേ ആർ ജസ്റ്റ് ഫാൻസ്. ജീസസ് ഫാൻസ് ലവ് ആൻഡ് റിലേഷൻഷിപ്പാണ്. അത് നോളജിനെ വർദ്ധിപ്പിക്കും. അപ്പൊ ഈ ആളെ പറ്റിയുള്ള അറിവ് ഇങ്ങനെ കൂടി കൂടി വരും ഓരോ ദിവസം ചെല്ലുമ്പോൾ. അപ്പൊ സ്നേഹം അറിവിനെ ആവശ്യപ്പെടുകയാണ്, അറിവിനെ ഉളവാക്കുകയാണ്. കാരണം ഈ സ്നേഹബന്ധത്തിൽ നമ്മൾ റിമൈൻഡ് ചെയ്യണമെങ്കിൽ ഇയാളെ പറ്റി കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കണം. കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക ആ സ്നേഹത്തിൽ. ഇഷ്ടാനിഷ്ടങ്ങൾ അറിയും, ഹിതങ്ങൾ അറിയും. അപ്പൊ ഈ പൗലോസ്ലിഹായുടെ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. നിന്റെ ഹിതത്തിന്റെ നിറവിൽ നിറഞ്ഞു വരുവാൻ ഫുൾനെസ് ആണ്. എന്താണ്? പ്ലറോമ, നോളജ് ഓഫ് ഹിസ് വിൽ. അവന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവിന്റെ പ്ലറോമയാണ്, അവന്റെ ഹിതത്തെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണത. പൗലോസ്ലിഹായുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ കൊലാസ്യ ലേഖനമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൊലാസ്യ ലേഖനത്തിൽ പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നു, ലഫാണ്. അവന്റെ ഹിതത്തിന്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം. അപ്പൊ അവന്റെ ഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, നോളജ് ഓഫ് ഹിസ് വിൽ. അതെന്താണ്? ലഫ് എന്ന് പറയുന്നത് നോളജുമായിട്ട് ബന്ധം. അപ്പൊ ഈ ലഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്കിളി കഥകളിലൊക്കെ സ്നേഹമാണ്, ഈ തൊലിപ്പുറമേ ഉള്ള സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല, നോളജിലാണ് സ്നേഹം. അപ്പം അതിന്റെ അടിസ്ഥാനം വേരൂന്നിരിക്കുന്ന നോളജിലാണ്. ആ സ്നേഹം നോളജിനെ ഡിമാൻഡ് ചെയ്യുന്നു. മൂന്നാമത്, ഈ നോളജ് സ്നേഹത്തെ ഫാൻ ചെയ്യും, ഊതി ജ്വലിപ്പിക്കും, പ്രോജ്വലിപ്പിക്കും. അറിവ് സ്നേഹത്തെ പ്രോജ്വലിപ്പിക്കും. നമ്മൾ അറിയും തോറും സ്നേഹം എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ പാട്ടുണ്ടല്ലോ, പെന്തക്കോസ്തിൽ, ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നു. ഓർക്കും തോറും അല്ല, അറിയും തോറുമാണ് സ്നേഹം വർദ്ധിക്കുന്നത്. ചുമ്മാ ഓർത്തോണ്ടിരുന്നിട്ട് കാര്യം. അറിയും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. ഇന്നലെ ഒരാള് ക്ലബ് ഹൗസിൽ വന്ന് പറഞ്ഞു, നമ്മുടെ ഇപ്പോ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ അന്ത്യോക്യൻ പാത്രിയർക്കീസ് അപ്രയം കരീം പാത്രിയർക്കീസ് ബാവയുടെ ഭാരത സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ബാംഗ്ലൂർ, മൈസൂർ ഒക്കെ സന്ദർശിച്ച് ഇപ്പൊ കേരളത്തിലോട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നത് നമ്മുടെ റജി പൈലിയാന്ന് തോന്നുന്നു, ഇന്നലെ ക്ലബ് ഹൗസിൽ ഇരുന്ന് പറയുകയാണ്, ഇദ്ദേഹം ഒരു അനാഥനായിരുന്നു, അനാഥ ബാലനായിരുന്നു. അദ്ദേഹം സുറിയാനി സഭയുടെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം കോപ്റ്റിക് സഭയുടെ ഏതോ ഒരു മൊണാസ്റ്റി പോയി ചേരുവോ, ഷെമാശനാവോ, പിന്നെ അച്ഛനാവോ, അങ്ങനെ പൗരോഹിത്യത്തിന്റെ പടികൾ കയറി പാത്രിയർക്കീസ് ബാവ വരെ ആയി. ഇന്ന് അദ്ദേഹം പാത്രിയർക്കീസ് ബാവയാണ്. പക്ഷെ അദ്ദേഹം ഒരു അനാഥ ബാലനായിരുന്നു എന്ന അറിവ് കിട്ടിയപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന്, ഈ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാത്രിയർക്കീസ് ബാവ അല്ല കേട്ടോ, ക്ലബ് ഹൗസിൽ വന്ന് റജി പൈലിയ, ബാവ വന്നിട്ടില്ല. അപ്പോൾ ഈ റജി പൈലിയ അവിടെ ഇരുന്ന് പറയുകയാണ്, എനിക്കങ്ങ് ഒരു ഭയങ്കര. അപ്പൊ ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഞാനത് പ്രതികരിച്ചൊന്നുമില്ല, ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ചിരി വന്നു. കാരണം ഞാൻ ഈ തിയറി
കറക്റ്റ് ആണല്ലോ എന്ന് ഓർത്തു. അതായത് നമുക്ക് അറിവ് വർദ്ധിക്കും തോറും സ്നേഹം വർദ്ധിക്കും. ചിലരെ പറ്റിയുള്ള അറിവ് വർദ്ധിച്ചുള്ള സ്നേഹം പോകും കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞേ. ഞാൻ പോസിറ്റീവായിട്ടാണ്. ചിലരെ പറ്റി ചില കാര്യമൊക്കെ അറിയുമ്പോൾ ഉള്ള സ്നേഹം പോവല്ലേ. ഓക്കെ. അപ്പൊ ഈ ദൈവത്തെ പറ്റി നമ്മുടെ അറിവ് വർദ്ധിക്കും തോറും നമുക്ക് ആ സ്നേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ സ്നേഹവും അറിവും കോറിലേറ്റഡ് ആണ്. അപ്പൊ പാട്ട് പാടുമ്പോൾ മാറ്റി പാടണം. അറിയും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. അപ്പൊ നമുക്ക് എങ്ങനെയാ ക്രൂശിക്കണ്ടേ? നമ്മുടെ രക്ഷ ഉറപ്പാക്കണ്ടേ? പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നു. ഈ ബന്ധക്കോസാറിന്റെ പാട്ടാ, കേട്ടാ ചിരി വരും. ഇവന്മാരിത് ഭയങ്കര തെറ്റായിട്ട്, അതായത് ഒരു കാളെ അർത്ഥ ലാഘവത്തോടെയാണ് ഇവർ യേശുവിന്റെ ക്രൂശീകരണത്തെ കാണുന്നത്. വേണ്ടതായിരുന്നു, കൊല്ലേണ്ടത്, ഒന്ന് കഷണാക്കി ആ ചോര ഒഴുക്കി നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് ഈ പഴയ കാലത്ത് ഈ ഡാം ഒക്കെ പണിയുമ്പോൾ ആ ഡാം ഉറയ്ക്കാൻ വേണ്ടി ഒരാളെ കൊല്ലും, ഒരു കാരണയില്ല. എഞ്ചിനീയേഴ്സും കോൺട്രാക്ടറും മറ്റു പണിക്കാരും ഈ കൊല്ലാൻ നിശ്ചയിക്കുന്ന ഈ പണിക്കാരിൽ ഒരു തന്നെയാണ്. അത് മറ്റു പണിക്കാർക്കും അറിയാം, മിണ്ടത്തില്ല, കാരണം ഡാം ഉറക്കണ്ടേ. നല്ല ഊണും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി അവന് കൊടുത്ത് ഇന്ന് അവനെ കൊല്ലുക എന്നുള്ളത് ഈ കൂടെ നിൽക്കുന്നതിന് ഒറ്റ. പഴയ കാലത്ത് ഈ നാട്ടിൽ പാലം പണിയുമ്പോൾ, കലുങ്ക് പണിയുമ്പോൾ, ഡാം പണിയുമ്പോൾ, ഈവൻ ബണ്ട് കെട്ടുമ്പോൾ പോലും ഒരാളെ കൊല്ലുമായിരുന്നു, ഉറക്കണ്ടേ. ഇപ്പൊ ആ കഥയൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചുമ്മാ ഞെട്ടലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒന്നും വേണം. യേശുവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മനോഭാവം അതാണ്. രക്ഷയുടെ പാലം ഉറപ്പിക്കാൻ വേണ്ടി കർത്താവിനെ കൊന്നു എന്നാണ് ബന്ധക്കോസുകാര് തന്നെയല്ല, കത്തോലിക്കരും ഈ കരിസ്മാറ്റിക്കാരും ഈ യാക്കോബായിലെ കൂട്ടായ്മക്കാരും ഒക്കെ അതൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം അതാണ് പാട്ട്. ലിറ്റർജിയെ നിഷേധിച്ചിരിക്കൽ അത്തരത്തിലുള്ള പാട്ടുകൾ പാടുകയല്ലേ, അല്ലെ? ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു, പാപം ശാപം സകലവും നീക്കാൻ അവതരിച്ചിഹ നരനായി, പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹ നരനായി, ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. യാക്കോബായക്കാരുടെ ഒരു യോഗത്തിൽ ഈ അടുത്ത കാലത്ത് ഈ പാട്ട് പാടുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടത്. യാക്കോബായിലെ മെത്രാച്ചന്മാർ ശ്രദ്ധിക്കണം. കാരണം നിങ്ങള് ഒരു വിശുദ്ധന്റെ പേര് ചുമക്കുകയാണ്. ഒന്നല്ല, സത്യത്തിൽ 2 വിശുദ്ധന്മാരുടെ പേരാണ് മെത്രാച്ചന്മാർ ചുമക്കുന്നത്. ഇരട്ടി ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അധ്യക്ഷന്മാർ ഇരട്ടി മാനത്തിന് യോഗ്യരാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഈ മെത്രാച്ചന്മാരെ നമ്മൾ ഡബിൾ പോർഷൻ ബഹുമാനം കൊടുക്കണം. ബിബ്ലിക്കലാണ്, പൗലോസ് കൽപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയത്തില്ലേ? മെത്രാച്ചന്മാരെ നമ്മൾ ഇരട്ടിമാനം, മെത്രാച്ചന്മാർ വരുമ്പോഴേക്കും നമ്മൾ മുത്തിക്കൊട എടുക്കുന്നു, ബഹുമാനിക്കുന്നു. അതൊക്കെ തെറ്റാണെന്ന് ഇപ്പൊ മെത്രാച്ചന്മാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ പുതിയ ആധുനിക എന്തിനാ അവരെ ബഹുമാനിക്കുന്നു ചോദിക്കുന്നുണ്ട്. പൗലോസ് എഴുതിയിരിക്കുന്നത് അധ്യക്ഷൻ ഇരട്ടിമാനത്തിന് യോഗ്യനാണ്. ഇരട്ടിമാനം, ഈ ഇരട്ടിമാനം ഡബിൾ പോർഷൻ ഹോണറാണ്. അപ്പൊ ഈ ഡബിൾ പോർഷൻ ഓണർ ഇവർക്ക് വരുന്നതിന്റെ കാരണം ഇവരുടെ പേര് ഇപ്പം ഗീവറിഗീസ് മാർ ഗ്രിഗോറിയോസ്, ഈ 2 പേരാണ് എനിക്ക്. ആ ഇരട്ടിമാനം എന്ന് പറയും. നിങ്ങൾ വായിച്ചിട്ടില്ലേ? തിമോത്തിക്കൊക്കെ എഴുതുന്ന പൗലോസ് അതേ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഈ ഇരട്ടിമാനം കൊടുക്കേണ്ടത് ഇത് 2 പേരാണ്, 2 ഒന്നൊന്നുമല്ല, 2. അപ്പൊ എത്രമാത്രം സുറിയാനി സഭയുടെ പാരമ്പര്യത്തോടും ദൈവശാസ്ത്രത്തോടും ലിറ്റർജിയോടും ഇവർ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം, എത്രമാത്രം കൂടുതൽ വിശ്വസ്തരായിരിക്കണം, എത്രമാത്രം തീവ്രതയും തീക്ഷ്ണതയും ഉള്ളവരായിരിക്കണം. നമ്മളത് തന്നെ പറ്റി. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നും കാണുന്നില്ല, അങ്ങനെയൊന്നും ആരെയും ഞാൻ കണ്ടില്ല. കാരണം ഇവിടെ ഈ പറഞ്ഞ നിർബാധം ഇവർ ദൈവകോപത്തിയിൽ പുത്രൻ വെന്തെരിഞ്ഞു എന്നാണ്. പിന്നെ ഇവരെന്താ ശുഭഹോല പോലെ റൂഹോ കാദീശോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. അതാ പരസ്പരം കോപിച്ചു കത്തിച്ചിരിക്കുക. ഈ പിതാവിന് കോപം വന്ന് പുത്രനെ കത്തിച്ചെന്നാണ് കുറച്ചു മുമ്പേ ആളുകൾ പാടി. തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന പിതൃപുത്ര പരിശുദ്ധ റൂഹായിലാണ് നമ്മൾ നിൽക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി എന്ന് പറയുന്നത് അങ്ങനെ.
ആ ബന്ധമാണ്. ഇത്ര പൊട്ടൻ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പാട്ടുകൾ ആളുകൾ പാടുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ചഞ്ചലിപ്പുമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ അത് കേട്ടോണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ പാട്ട്. അപ്പൊ ഇതെന്തോ ഒരു സംഗീത പരിപാടി പോലെയോ എന്തോ എന്റർടൈൻമെന്റ് പോലെയോ ഒക്കെ ആയിത്തീരുക. സ്പർജൻ പറഞ്ഞിട്ടുണ്ട്, സഭയുടെ അപചയ കാലത്ത് ആടുകളെ ഫീഡ് ചെയ്യുന്ന ഇടയന്മാർക്ക് പകരം മുട്ടാടുകളെ തുള്ളിക്കുന്ന കോമാളികൾ അൾത്താരകളിൽ സ്ഥാനം പിടിക്കുന്നു. ഞാനല്ല കേട്ടോ, സ്പർജൻ പറഞ്ഞു. സ്പർജന് വിവരമില്ലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കും, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ലവ് വിത്ത് മൈറ്റ്, ഇന്റലിജന്റ്. അപ്പൊ സ്നേഹം ജ്ഞാനത്തിൽ റൂട്ടഡ് ആണ്. സ്നേഹം ജ്ഞാനത്തെ ഡിമാൻഡ് ചെയ്യാണ്. ഗ്രോത്ത് ഓഫ് ലവ് ഡിമാൻഡ്സ് മോർ നോളജ്. ഗ്രോത്ത് ഓഫ് ലവ്. അതാണ് സ്നേഹത്തിൽ വേരൂന്നിയും അടിസ്ഥാനപ്പെട്ടു അതിൽ വളരുവാൻ നോളജ് ഈസ് എസെൻഷ്യൽ. അതാണ് ഹോശേയ 6:6 പറയുന്നത്, ഞാൻ പ്രസാദിക്കുന്നത് ദയയിലും ജ്ഞാനത്തിലുമാണ്. മേഴ്സി ആൻഡ് നോളജ്, 2 things, mercy and knowledge. ഇതേപ്പറ്റി പൗലോസ്ലീഹ ധാരാളം എഴുതിയിട്ടുണ്ട്. നമുക്കത് ഒരു വാക്യത്തിലേക്ക് പോവാം. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കായിരുന്നു ഏത് വാക്യം എടുക്കേണ്ടത്. അതുപോലെ ഉണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യം എടുത്തിട്ട് നമുക്ക് തുറന്ന് മുന്നോട്ട് പോവാം. ഈ വാക്യം എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ. റോമാലേഖനം 11:33 വാക്യം. ഓ ദ ഡെപ്ത് ഓഫ് ദ റിച്ചസ് ബോത്ത് ഓഫ് ദ വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ്, ഹൗ അൺഷെർച്ചബിൾ ആർ ഹിസ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഹിസ് വേസ് പാസ്റ്റ് ഫൈൻഡിങ് ഔട്ട്. ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ഓ ദ ഡെപ്ത് ഓഫ് ദ റിച്ചസ് ആൻഡ് വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ്, അൺസ്പീക്കബിൾ ഹിഡൻനെസ് ആണ് ഇവിടെ. ഈ വർണ്ണിക്കാനാവാത്ത അത്ര വിധത്തിൽ ആഴത്തിൽ മറഞ്ഞു കിടക്കാണ്. മറഞ്ഞിരിക്കുന്നതും ആഴത്തിലുള്ളതുമായ കാര്യങ്ങൾ, അതാണ് അവിടെ പറയുന്നത്. മറഞ്ഞിരിക്കുന്നതും ആഴത്തിലുള്ളതുമായ കാര്യങ്ങൾ. പൗലോസ്ലീഹ അതേ നോക്കി വിസ്മയിക്കുകയാണ്. ഓ ദൈവത്തിന്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ. ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഹി റിവീൽസ് ദ ഡീപ് ആൻഡ് സീക്രട്ട് തിങ്സ്, ഹി നോത്ത് വാട്ട് ഈസ് ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ദ ലൈറ്റ് ഡ്വെൽറ്റ് വിത്ത് ഹിം.
അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ഈ റിവീൽസ് ഡീപ് തിങ്സ്. അപ്പൊ ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് ആഴങ്ങൾ. ഡെപ്സ് എന്നാ പറയുന്നത്, ആഴങ്ങൾ. ഇത് അറിവാണ്. ഈ അറിവും സ്നേഹവും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അല്ല, അറിവില്ലായ്മയല്ല സ്നേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നത്. അറിവും സ്നേഹവും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. ആഴമെന്ന് പറയുമ്പോൾ ഒരു സംഗതിയെ അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ റിയാലിറ്റിയെ മനസ്സിലാക്കുക. ആഴത്തിലേക്ക്, കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതാണ് വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ് എന്നവിടെ പറയുന്നത്. ഇത് ഗ്രഹിക്കാനാകാത്ത വിധം, ആരാഞ്ഞറിയാനാകാത്ത വിധം അത്രമാത്രം ആഴമുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. ഭൂതം, ഭാവി, വർത്തമാനം ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന, മുഴു പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. 3 കാര്യമാണ് ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞത്: ധനം, ജ്ഞാനം, അറിവ്. ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പൗലോസ്ലീഹ വിസ്മയിക്കുകയാണ് ഈ 3 സംഗതികളിൽ. ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ഇനി കൊലാസി ലേഖനം നമ്മൾ എടുക്കുമ്പോൾ, കൊലാസി ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം: അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ഇൻ ഹൂം ആർ ഹിഡ് ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. ക്രിസ്തുവില് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും, വിസ്ഡം ആൻഡ് നോളജ്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സമ്പത്ത് മുഴുവനും മറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നലെ വായിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 2 നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് ഏതാ? ഈ മർമ്മം യഹൂദ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ വാക്യം മനസ്സിൽ കീപ്പ് ചെയ്യണം കേട്ടോ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. That their hearts might be comforted, be knit together in love, and unto all riches of the full assurance of understanding, to the acknowledgement of the mystery of God and of the Father and of Christ. പിതാവും പുത്രനും ആയിട്ടുള്ള ആ സ്നേഹബന്ധത്തിലാണ് ഈ മിസ്റ്ററി മുഴുവനും നിൽക്കുന്നത്, ഈ ട്രഷർ മുഴുവൻ നിൽക്കുന്നത്, ഈ നോളജ് ആൻഡ് വിസ്ഡം മുഴുവൻ നിൽക്കുന്നത്. ആ നോളജ് ആൻഡ് വിസ്ഡം, ഇത് ട്രഷറി, ഇത് മുഴുവൻ ലഭിക്കുവാൻ തക്കോണം ഞാൻ വലിയ പോരാട്ടം കഴിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹയുടെ പ്രീച്ചിങ് മിനിസ്ട്രി എന്താണെന്ന് പൗലോസ്ലീഹയുടെ പറയുകയാണ്. നാഷണൽ മിനിസ്ട്രി. ഇന്ന് പ്രസംഗിക്കുന്നവർ നോക്ക, ഇതാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? ഇതാണോ ജനത്തെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്താ പ്രസംഗിക്കുന്നത്? പൗലോസ്ലീഹ എത്ര പോരാട്ടം കഴിച്ച് പ്രസംഗിച്ചത് ഇതാണ്. ദിസ് ഈസ് ഈസ്റ്റേൺ വിസ്ഡം, ദിസ് ഈസ് ഈസ്റ്റേൺ ഗോസ്പൽ, ദിസ് ഈസ് സോ പ്രഷ്യസ്, ദിസ് ഈസ് റിയൽ, ദിസ് ഈസ് ഫുൾ ഓഫ് ലവ്, ദിസ് ഈസ് റിലേഷൻഷിപ്പ്. അതിന് പകരം നിങ്ങൾ ലീഗലിസ്റ്റിക് ആയിട്ട് അവിടെ അവനെ കശാപ്പ് ചെയ്തിട്ട് ദൈവം കോപിച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കോപം ഒരു തരത്തിൽ രക്തമൊഴിച്ച് ശമിപ്പിച്ചു. വളരെ ദയനീയമാണ്. അവിടെ പറയണേ, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിലേക്ക് ഉപയോഗിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും
പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. ഓൾ തിങ്സ് വെയർ മെയ്ഡ് ത്രൂ ഹിം ആൻഡ് വിത്തൗട്ട് ഹിം വാസ് നോട്ട് എനിത്തിങ് മെയ്ഡ് ദാറ്റ് വാസ് മെയ്ഡ്. ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല ഉളവായിട്ടുള്ളത്. സകലവും താൻ മുഖാന്തരവും തനിക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും താൻ മുഖാന്തരവും തനിക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ അതേ കാര്യം അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പൗലോസ് ശ്ലീഹ എഴുതുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ അതേ കാര്യം എഴുതിക്കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഇവിടെ നമ്മൾ ഈ മനസ്സിലാക്കുന്ന ഹി ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്, ഈസ് ദ നോളജ് ഓഫ് ഗോഡ്, ഹി ഈസ് ദാറ്റ് മിസ്റ്ററി. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ആൻഡ് സെന്റ് ഹിസ് സൺ. ആ പുത്രനെ നമുക്ക് ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ കുരിശിൽ മരിച്ചപ്പോ അതിനെ നമ്മൾ ബലിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബലികളെ നീക്കിയിടും എന്ന് പറയുന്നത്. ആ ബലി എന്തിനു വേണ്ടിയുള്ള ബലിയാണെന്ന് അറിയാമോ? കരുണയെ നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പല പ്രാവശ്യം പറഞ്ഞ് ബലിയിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ആ കാരുണ്യമാണ് നമ്മുടെ മേൽ വർഷിച്ചത്. അതിനെ ഒരു ലീഗലിസ്റ്റിക് വ്യൂവിലായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇറ്റ് വാസ് നോട്ട് എ പെനാൽറ്റി. മനുഷ്യവർഗത്തിന് വരേണ്ടിരുന്ന ഒരു പെനാൽറ്റിയെ യേശുവിന്റെ മേൽ കൊണ്ട് അടിച്ചതല്ല. കുരിശിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ കുരിശ് ഒരു പ്രണയലേഖനവും ഒരു വിൽപ്പത്രവും പോലത്തെ വ്യത്യാസമുണ്ട്. ഈസ്റ്റും വെസ്റ്റും ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. വെസ്റ്റിനെ സംബന്ധിച്ച് അടിച്ച ലോട്ടറി ടിക്കറ്റാണ്. അടിച്ച ലോട്ടറി ടിക്കറ്റ്. മോളെ അടിച്ചു മോളെ എന്ന് ഇന്നസെന്റ് പറയത്തില്ലേ? നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രണയ പത്രികയാണ്, സ്നേഹത്തിന്റെ ഒരു ലേഖനമാണ്, പ്രേമലേഖനം. അപ്പൊ ഒരു ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരാൾ കുരിശ് പിടിക്കുന്നതും വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുരിശ് പിടിക്കുന്നതും വ്യത്യാസമുണ്ട്. രണ്ടുപേരും മുറുക്കെ പിടിക്കും. ഒരാൾ മുറുക്കി പിടിക്കുന്ന വെച്ചാൽ അടിച്ച ലോട്ടറിയാണ്. അടിച്ച ലോട്ടറി ടിക്കറ്റ് എത്ര മുറുക്കി നിങ്ങൾ പിടിക്കും? കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവൻ പട്ടാളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് വെച്ചു. കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവൻ അയച്ച കത്ത് ആ പ്രിയപ്പെട്ടവൾ എത്ര മുറുക്കി പിടിക്കും? സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടത് പിടിക്കുക. ഒരു പൗരസ്ത്യ ദർശനമുള്ളവൻ കുരിശു ധരിക്കുന്നതും ഒരു പാശ്ചാത്യ ദർശനമുള്ളവൻ കുരിശു ധരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഇപ്പൊ തൽക്കാലം എനിക്ക് ഇങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എനിക്ക് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പൊ തൽക്കാലം ഇത്രയും പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. തൽക്കാലം മേ ബി ഐ വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇൻ എ ബെറ്റർ വേ. ഇതാണ് അവരുടെ നേട്ടത്തിന് വേണ്ടി അവരുടെ കുരുട്ട് മനസ്സാണ്, അവരുടെ വിക്കറ്റ് മൈൻഡാണ്. ആ വിക്കറ്റ് മൈൻഡ് കൊണ്ടാണ് അവരിത് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കുകയാണ് നമുക്ക് വരേണ്ടിരുന്ന ശിക്ഷ അവനിട്ട് കൊടുത്തു, നമ്മളങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചിന്തയാണ്. ലോട്ടറി അടിച്ചു. നമ്മളെ സംബന്ധിച്ച് വി ആർ വിത്ത് ദ മോണേഴ്സ്. നമ്മൾ വിലപിക്കുന്നവരുടെ കൂടെയാണ്. ആ മരണത്തിൽ നമ്മൾ ദുഃഖിക്കുകയാണ്. അവന്റെ വേദനയിൽ നമ്മൾ സഹതപിക്കുകയാണ്, കരയുകയാണ്. അതുകൊണ്ടാണ് ആ ലിറ്റർജി മുഴുവൻ അങ്ങനെ പോകും. ഇവിടെ ആർക്കും ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചിട്ടല്ല നമുക്ക് രക്ഷ കിട്ടിയത്. കാരണം അവൻ ജീവിച്ച് ശരീരത്തിൽ ഇരുന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. ഒരു പാപമോചനം കൊടുക്കാൻ വേണ്ടി കുരിശിലൊന്നും കയറേണ്ട കാര്യം യേശുവിനില്ല. യേശു ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എത്രയോ പേരുടെ പാപങ്ങൾ മോചിച്ചു.
ഇല്ല. യേശുദമ്പുരാൻ പറഞ്ഞ ഉപമ എന്താ? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ലൂക്കാ 15 ഉപമ, ദ മോസ്റ്റ് ഫേമസ് പാരബിളാണ്, പ്രോഡിഗൽ സൺ. ആ ധൂർത്തനായ പുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവ് കാത്തിരിക്കുകയായിരുന്നു, തിന്നെ കാത്തിരിക്കുകയായിരുന്നു. ദൂരത്ത് വെച്ച് കണ്ടു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ ചുംബിച്ചു. നോ ക്വസ്റ്റ്യൻസ് വാസ് ആസ്ക്ഡ്. നത്തിങ്. പോരാൻ പറഞ്ഞു. അവനെ ചെരുപ്പിടിവിച്ചു, മോതിരമിടിവിപ്പിച്ചു, മേൽത്തരമായ വിശേഷ അങ്കി അവനെ ധരിപ്പിച്ചു. ആട്ടവും പാട്ടും നൃത്തവും തുടങ്ങട്ടെ എന്ന് കൽപ്പിച്ചു. സംഗീതം ആരംഭിച്ചു, വിരുന്നാരംഭിച്ചു. വാസ് അക്സെപ്റ്റ്. ഒരു ചില്ലി പോലും അവനെ കൊണ്ട് പെനാൽറ്റി അടിപ്പിച്ചില്ല. വേണമെങ്കിൽ പിതാവിന് പറയാം, നീ പോ, ആ കണ്ടെത്തി പോയൊരു 8 കൊല്ലം പണി. കാരണം നീ വരുത്തി വെച്ച മാനക്കേടും, നീ ഉണ്ടാക്കിയ ക്ഷതവും, നീ ഉണ്ടാക്കിയ നഷ്ടവും ഒക്കെ ഒരു പരിധി വരെയെങ്കിലും നീ വീട്ടിലേ. അങ്ങനെ ആയിരുന്ന മൂത്ത മകന് സന്തോഷമായി. മൂത്തമാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ കോണവും കിട്ടി തൂമ്പായി കേട്ട് ഇളവൻ അങ്ങോട്ട് ഇരുന്നു. നീ അപ്പം വന്നടാ. ഉയ്യോ എൻ്റെ അവനെ ഞാൻ വന്ന് അപ്പം പറഞ്ഞ് കണ്ടെത്തി പോയി കിളക്കടാ. ഒന്നുമില്ല, വീട്ടിൽ കയറണം, 7 കൊല്ലം കിളക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് വേണം, അത് വേണം, 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 വേണം. അവിടെ ഒരു പെനാൽറ്റി ഇല്ല, അവിടെ ഒരു ഡ്യൂസും ഇല്ല. നത്തിങ്, ഓൺലി ലവ്. യാഗത്തിൽ പ്രസാദിക്കുന്ന മനസ്സാണ് മൂത്തവന്റെ, കരുണയിൽ പ്രസാദിക്കുന്നവനാണ് പിതാവ്. പോയി പഠിക്ക്. യേശു പറയാം, പോയി പഠിക്ക്. യാഗത്തിലല്ല, കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് ഒന്ന് പോയി പഠിക്കും. ആ കാരുണ്യത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാഴ്ച നമ്മൾ കാൽവരി കുരിശിൽ കാണുകയാണ്. ആ കുരിശിൽ മരിച്ചുകൊണ്ട് യേശു കർത്താവ് കരുണ എന്തിയാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, യാഗത്തെ നീക്കുകയാണ്. യാഗത്തിലല്ല, കരുണയിലാണ് പ്രസാദിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. അതിനെ പിന്നീട് വീണ്ടും എന്തായിട്ട് മാറ്റുകയാണ്? അതിനെ വീണ്ടും അടുത്ത യാഗമായിട്ട് മാറ്റും. അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആ സാപ്പന്റ്. ദാ നോക്കൂ, കുരിശിൽ തറച്ച് ദൈവം പ്രസാദിച്ചു. എത്രയോ വിരുദ്ധമാണ്. കർത്താവ് എന്ത് പറഞ്ഞോ അതിന് നേരെ ഓപ്പോസിറ്റ് ആക്കി. കർത്താവ് പറഞ്ഞ യാഗത്തെ നീക്കിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയെ ബലികളെ നീക്കിയിടും തിരുബലി ധന്യം. അപ്പൊ ഏതാണ് ബലി? അത് സ്നേഹമാണ്. വിശുദ്ധ കുർബാന ബലിയാണ്, വിശുദ്ധ ബലിയാണ്. അത് എപ്പോഴാണ് സ്ഥാപിച്ചത്? യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ്. ഓർത്തിരുന്നണം കേട്ടോ. കുരിശിൽ മരിച്ചിട്ട് വന്ന് സ്ഥാപിച്ചു, എന്നാൽ ചോര കുടിച്ചോന്ന് പറയല്ല. കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ്. വാങ്ങി ഭക്ഷിക്കുമീൻ, ഇതെന്റെ ശരീരമാകുന്നു. വാങ്ങി പാനം ചെയ്യുവീൻ, ഇതെന്റെ രക്തമാകുന്നു. അതുകൊണ്ട് ബലികളെ നീക്കിക്കളഞ്ഞത് കരുണയെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്. കരുണയാണ്. അപ്പൊ എവിടെയാണ് പ്രസാദിക്കുന്നത്? ബലികളെ നീക്കിയിടും തിരുബലി ധന്യം താൻ പുണ്യം നൽകി